ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +1 ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. എനിക്ക് വന്നിട്ട് സുവോളജിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായി തോന്നിയത് ബോട്ടണിയാണ്. എനിക്ക് സുവോളജി കുറച്ച് പാടായിരുന്നു ഈ എക്സാം. പക്ഷെ മോഡലിന് എനിക്ക് നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല, കാരണം ആൻസർക്ക് ഞാൻ എന്തായാലും നോക്കുന്നില്ല. ഞാൻ എഴുതിയ വൺ വേർഡ് മാത്രം ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ്, സുവോളജിയാണോ ബോട്ടണിയാണോ സിമ്പിളായി തോന്നിയത്, അല്ലെങ്കിൽ രണ്ടും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സാം നല്ല ടഫായിരിക്കുന്നു, പക്ഷേ പ്രതീക്ഷിച്ചത്ര ടഫായിരുന്നില്ല. എന്നാലും പ്രതീക്ഷിച്ചെന്നല്ല, പ്രീവിയസ് ഇയർ പോലെ അത്ര സിമ്പിളായ ക്വസ്റ്റ്യൻസും ആയിരുന്നില്ല. അത്യാവശ്യം ടഫായ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി ടഫാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം +2 എക്സാംസൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ടഫായതുകൊണ്ട് തന്നെ ഈ +1 നല്ലോണം ടഫാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്പെക്ട് ചെയ്തതിന് അത്ര ടഫായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രീവിയസ് ഇയർ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ടഫായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബോട്ടണി പറയാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ എഴുതിയത് ക്രൈസോഫൈറ്റ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ റെട്ടിക്കുലേറ്റ് വീനേഷ്യൻ. ദെൻ ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ സൈഗോട്ടീൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല എന്ന് തോന്നുന്നു. അത്രയൊക്കെ തന്നെ. പിന്നെ ഈ ഒരു ബോട്ടണിയിലെ 3 മാർക്സിൻ്റെ സെക്ഷൻ നല്ല സിമ്പിളായിരുന്നു. 3 ക്വസ്റ്റ്യൻ അല്ല, വന്ന 4 ക്വസ്റ്റ്യൻസ് നല്ല സിമ്പിൾ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ടഫായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ 6 to 16 ക്വസ്റ്റ്യൻ വരെയുള്ള ആ സെക്ഷൻ, 2 മാർക്സിൻ്റെ സെക്ഷനാണ് എനിക്ക് കുറച്ച് ടഫായി തോന്നിയത്. കാരണം ആ 8th ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ട് പോയിരുന്നു, പക്ഷെ ഞാൻ ആ പാർട്ടിൻ്റെ പേര് മറന്നുപോയി, എൻ്റെ. ബാക്കിയൊന്നും കുഴപ്പമില്ല. ദെൻ പിന്നെ ബോൾട്ടിങ് ഞാൻ അവിടെ എത്തിയിട്ട് എന്താണെന്ന് മറന്നുപോയി. അങ്ങനെ കുറേയെല്ലാം ഞാൻ മറന്നുപോയിട്ടുണ്ട് ബോട്ടണി. പക്ഷെ ഓവറോൾ സുവോളജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ബോട്ടണി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അത്യാവശ്യം കുറച്ചൊക്കെ എനിക്ക് തെറ്റിയിട്ടുണ്ട്. ഇനി സുവോളജി പറയാം. സുവോളജിയിൽ വൺ വേർഡ് ഞാൻ എഴുതിയത് ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാമല്ലോ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചറും ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചറും ക്യൂട്ടേനിയസ് റെസ്പിറേഷനും പൾമോണറി റെസ്പിറേഷനും. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാൻ മയോസിൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കോർപ്പസ് കാലോസൽ. അങ്ങനെ. പിന്നെ എനിക്ക് ഈ ഒരു സെക്ഷനിൽ, അതായത് സുവോളജി സെക്ഷനിൽ എനിക്ക് ടഫായി തോന്നിയത് അവസാനത്തെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് ടഫായിട്ടാണ് തോന്നിയത്. കുറച്ചും കൂടി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ ബാക്കിയുള്ള 2 മാർക്സിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം എല്ലാതും എളുപ്പമായിരുന്നു. കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുള്ളൂ. ആ 15th ക്വസ്റ്റ്യനിൽ ഞാൻ എനിക്ക് ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചറും സെറീൻ്റെ സ്ട്രക്ചറും കിട്ടി. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീനും കിട്ടി. പക്ഷെ എനിക്ക് 2 അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഞാൻ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് അന്നേരം തോന്നി ഒരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് മിക്കവാറും തെറ്റായിരിക്കും. അപ്പോൾ അത്ര തന്നെ അതെന്തായാലും തെറ്റി. അങ്ങനെ കുറച്ചെല്ലാം എനിക്ക് തെറ്റിയിട്ടുണ്ട്. ഇപ്പം അത്ര എനിക്കത് കാണുന്നു, അങ്ങനെ കുറേയെല്ലാം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.